ശരണം അമ്മേ സൽപ്പേരിന്നൊരു നല്ല കാര്യമിവിടെ ചെയ്തീല ഇന്നോളവും ദുഷ്പേരിന്നു തകുന്ന വണ്ണമതിയായി ദുഷ്കൃത്യമോ ചെയ്തുപോയി തൃപ്പാദാംബുജവും മറന്നു മൃതിയിങ്ങേകുന്ന ഭീമാമയം തീർപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരം മേ ഭയം ദേവീ ശരണം അമ്മേ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. മഹാദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 28-ാമത്തെ അധ്യായമാണ്. ശതാക്ഷി ദേവിയുടെ മഹിമകളെയാണ് വർണ്ണിച്ച് സമർപ്പിച്ചത്. ഇന്നു മുതൽ അടുത്ത ഏകോനത്രിംശോധ്യായ 29-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കണു. രാജവാർത്താ പ്രശ്നം എന്നാണ് ഈ കഥയുടെ സാരം. വ്യാസൻ കഥകളെ തുടർന്നു കൊണ്ട് പറയുകയാണ്. ഇത്യേവം സൂര്യവംശ്യാനാം രാജ്ഞം ചരിതമുത്തമം സോമവംശോത്ഭവാനം ച വർണ്ണനീയം മയാക്കിയൽ. അപ്പോൾ ആ സൂര്യവംശ കഥകളെ വർണ്ണിച്ചുകൊണ്ട് അവിടെ വന്ന സമയത്താണ് ഹരിശ്ചന്ദ്രൻ്റെ കഥയൊക്കെ അവിടെ വന്നത്. സത്യവ്രതൻ ത്രിശങ്കു എന്നുള്ള പേര് കിട്ടിയതും ആ ത്രിശങ്കുവിൻ്റെ പുത്രനായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ വരുണനെ യജ്ഞം ചെയ്ത് സന്തോഷിപ്പിച്ച് രോഹിതൻ എന്ന പുത്രനെ നേടിയതും ആ പുത്രനെ തിരിച്ച് യജ്ഞപശുവായിട്ട് കൊടുക്കാതെ കണ്ടിരുന്നതും തന്മൂലം വരുണശാപം കൊണ്ട് മഹോദരം എന്ന രോഗം പെട്ടതും പിന്നീട് അതിൽ നിന്നും നിവൃത്തി കിട്ടിയതും അതിനുശേഷം ആ വസിഷ്ഠൻ ഹരിശ്ചന്ദ്രൻ്റെ മഹിമകളെ പറഞ്ഞതും സത്യവ്രതനായിട്ട് ആരെങ്കിലും ഭൂമിയിലുണ്ടെങ്കിൽ ഹരിശ്ചന്ദ്രനാണ് എന്ന് പറഞ്ഞത് വിശ്വാമിത്രൻ അത്ര ഏറ്റില്ല. അപ്പോൾ അങ്ങനെയാണോ എന്ന് പരീക്ഷിക്കാൻ വിശ്വാമിത്രൻ ചെയ്ത കാര്യങ്ങളും അതിൽപ്പെട്ട ഹരിശ്ചന്ദ്രന് സർവ്വതും നാടും ധനവും ഭാര്യയും പുത്രനും എല്ലാം നഷ്ടപ്പെട്ടതും പിന്നീട് ഇതാവസാനം ദേവീഭക്തനായിട്ടുള്ള ഹരിശ്ചന്ദ്രന് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം തിരിച്ചു കിട്ടിയതും ആയിട്ടുള്ള കഥകളെ അവിടെ വർണ്ണിച്ചു കൊണ്ടുവന്നപ്പോഴാണ് ആ ശതാക്ഷി ദേവിയുടെ മഹിമകളെ അറിയാൻ ആഗ്രഹിച്ചതും അതനുസരിച്ചൊരു അധ്യായം കൊണ്ട് കഴിഞ്ഞ അധ്യായത്തിൽ ആ ദേവിയുടെ ആ മഹിമയെ, ദുർഗമൻ എന്ന അസുരനെ വധിച്ച ആ ദേവിയുടെ മഹിമകളെ അവിടെ പറഞ്ഞതും വീണ്ടും ആ കഥയെ തുടർന്നുകൊണ്ട് വ്യാസൻ പറയുകയാണ്. ഇത്രയൊക്കെയാണ് സൂര്യവംശത്തിൽപ്പെട്ട രാജാക്കന്മാരുടെ ഉത്തമമായിട്ടുള്ള ചരിതം. സോമവംശത്തിൽപ്പെട്ട രാജാക്കന്മാരുടെ കഥ എത്രത്തോളം എനിക്ക് വർണ്ണിക്കാൻ കഴിയും. അവർ പരാശക്തി പ്രസാദം കൊണ്ട് മഹത്വം നേടിയവരാണ്. അവരൊക്കെ പരാശക്തി പ്രസാദത്താൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയാലും അതെല്ലാം അവർക്ക് കിട്ടിയത് വിഭൂതിയും പ്രസാദവും ശ്രീയും ശക്തിയും ഏതിലെല്ലാം കാണുന്നുവോ അവയെല്ലാം പരാശക്തിയാംശത്താൽ ജനിച്ചവയാണ് എന്നറിയണം. ഇവരും മറ്റു രാജാക്കന്മാരും പരാശക്തിയുടെ ഉപാസകരാണ്. സംസാരം ആകുന്നതായിട്ടുള്ള വൃക്ഷത്തിൻ്റെ നാരായ വേര് അറുക്കുന്ന കുഠാരങ്ങളാണ്, ആ വെട്ടുകത്തിയാണ് ആ പരാശക്തിയുടെ അനുഗ്രഹം എന്ന് മനസ്സിലാക്കണം. ഏതു വിധേനയും അതുകൊണ്ട് ഭുവനേശ്വരിയെ ഉപാസിക്കുക തന്നെ വേണം. ധാന്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ വൈക്കോലിനെ ഉപേക്ഷിക്കുമ്പോഴാണ് അതിലുള്ള നെല്ല് നമുക്ക് കിട്ടുന്നത്. അപ്പം നെല്ലാണ് നമുക്ക് ഇപ്പം എന്തിനാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ വൈക്കോലിന് വേണ്ടിയല്ലല്ലോ ആരും
കൃഷി ചെയ്യുന്നത്. അത് വളർന്ന് ചെടിയായി, അത് കൊയ്തു കൊണ്ടുവന്നു. അപ്പോൾ കൃഷി ചെയ്തതും ആ കൃഷിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നെല്ല് കിട്ടാൻ വേണ്ടിയാണ് ചെയ്തത്. ആ ധാന്യം, ആ നെല്ലിൽ നിന്നും അരി കിട്ടണം, നമുക്ക് അന്നം കിട്ടണം. അതിനു വേണ്ടിയാണ് നമ്മൾ ആ കൃഷി ചെയ്തത്. അപ്പം നമ്മൾ എന്തു ചെയ്യും? നമ്മൾ കൊയ്തു വരും. പണ്ടൊക്കെ കൊയ്യുക എന്ന് പറയുമ്പോൾ ആ വിളഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ നെല്ല് വയ്ക്കോലോടുകൂടിയാണ് അത് കൊയ്തെടുക്കുന്നത്. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കാലുകൊണ്ട് മെതിച്ച് അതിൽ നിന്നും നെൽമണികളെയെല്ലാം വേർതിരിച്ചെടുത്ത് വയ്ക്കോലിനെ കെട്ടി അവിടെ വയ്ക്കും. അത് പശുക്കൾക്കൊക്കെ തിന്നാനായിട്ട് ഉപയോഗപ്രദമാകും എന്നുള്ളത് കൊണ്ട്. പിന്നെ അതൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ മേൽക്കൂരയായിട്ടൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു ഒരു കാലത്ത്. പനയോല കൊണ്ടും തെങ്ങോല കൊണ്ടും അതേമാതിരി ഈ വയ്ക്കോല കൊണ്ടും ഒക്കെ മേൽക്കൂരയൊക്കെ കെട്ടി ഇരുന്നിരുന്ന ഒരു കാലമൊക്കെ ഉണ്ട്. ഓടൊക്കെ ധാരാളം വരുന്നതിന് മുമ്പ്. അത്തരം വീടുകളൊക്കെ ഇപ്പം ഇന്ന് കാണാൻ കഴിയില്ല, ഫോട്ടോയിലൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വാസ്തവത്തിൽ കൃഷി ചെയ്യുന്നത് ആ ധാന്യം, നെല്ല് എന്നുള്ളത് കിട്ടാനാണല്ലോ. അപ്പോൾ ആ നെല്ല് ഇപ്പം ഇന്നൊക്കെ കൊയ്തു വരുന്ന സമയത്ത് ഭാരം കുറയ്ക്കാനായിട്ട് വെറും നെല്ലിൻ്റെ ആ കതിരുകളെയാണ് കൊയ്ത് കൊണ്ടുവരുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ കാഴ്ച നമുക്ക് കാണാൻ കഴിയുക. ബാക്കി പിന്നെ അതൊക്കെ അറുത്ത് മുറിച്ച് ആരാച്ച കൊണ്ടുപോവും, കൊടുക്കും. കാരണം ഇന്നിപ്പോൾ വീട്ടിൽ പശുക്കളെ ഒന്നും വളർത്തണില്ല ആരും. അതേമാതിരി വയ്ക്കോല് കൊണ്ടൊന്നും പെരമേയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാരെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർ വന്ന് എന്താ വില കിട്ടുക എന്ന് പറഞ്ഞാൽ കൊടുത്ത് അവർ മുറിച്ച് കൊണ്ടുപോയിക്കോളും. നമുക്ക് വേണ്ടത് നെല്ലാണ്. അതിനെ മാത്രം, ആ കതിരിനെ മാത്രം കൊയ്തു കൊണ്ടുവരും. ഇന്നങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത്. എന്തായാലും പോട്ടെ. അപ്പോൾ ആ ധാന്യം ആഗ്രഹിക്കുന്നവരെ വയ്ക്കോലിനെ എപ്രകാരമാണോ ത്യജിക്കുന്നത്, അതുപോലെ ഭുവനേശ്വരിയിൽ നിന്ന്, അതായത് ആദിപരാശക്തിയിൽ നിന്ന് അന്യമായ സകലതിനെയും ഉപേക്ഷിക്കണം എന്ന് പറയാണ്. ആ ധാന്യം നമ്മൾ അതിനു വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത് എന്നതുമാതിരി സംസാരത്തിൽ ആ ഭുവനേശ്വരിയെയാണ്, ആ പരാശക്തിയുടെ അനുഗ്രഹമാണ് നേടേണ്ടത്. അതിനെന്ത് വേണം? മറ്റുള്ളതിനെയെല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ് ആ ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നത്. ജനമേജയനോട് പറയണു, വേദമാകുന്ന പാൽക്കടൽ കടഞ്ഞപ്പോൾ എനിക്കൊരു രത്നം കിട്ടി, പരാശക്തിയുടെ പാദകമലമാകുന്ന രത്നം. അതോടെ ഞാൻ കൃതകൃത്യനായി തീർന്നു. പഞ്ചബ്രഹ്മാസനത്തിൽ ഇരുന്നരുളുന്ന മറ്റൊരു ദേവതയും ഇല്ല. അതുകൊണ്ട് പഞ്ചബ്രഹ്മാസനം ദേവി സ്വയം കൽപ്പിച്ചുണ്ടാക്കിയതാണ്. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നീ 4 കാലുകളും സദാശിവൻ പലകയുമായിട്ടുള്ളതാണ് ദേവിയുടെ ബ്രഹ്മാസനം. പഞ്ചബ്രഹ്മാസനസ്ഥിതേ എന്നൊക്കെ പറഞ്ഞിട്ട് ലളിതാ സഹസ്രനാമത്തിലൊക്കെ വരുന്നുണ്ട്. ആ പഞ്ചബ്രഹ്മാസനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ 4 കാലുകളാണത്രേ. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നീ 4 കാലുകൾ. സദാശിവൻ മുകളിൽ ഇരിപ്പിടമായിക്കൊണ്ട്. ഇത് ദേവിയുടെ ബ്രഹ്മാസനമാണ്. ഈ 5നും മീതെയുള്ള വസ്തുവിനെ വേദം അവ്യക്തം എന്ന്